0013 ആണ് കൂപ്പൺ നമ്പർ. ആളിവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ പ്രൈസ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ഇനി നാലാമത്തെ പ്രൈസാണ് നമ്മൾ എടുക്കുവാൻ പോകുന്നത്. അതെടുക്കുവാനായിട്ട് സണ്ണി പുറത്തൂർ ചേട്ടനെ വിളിക്കുകയാണ്. ഇത് ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ എന്ന് അറിയുന്നില്ല. പേര് ധർമ്മ. ജുമേറയാണ് വിലാസം നൽകിയിരിക്കുന്നത്. ടെലിഫോൺ നമ്പർ 055-833-1324. കൂപ്പൺ നമ്പർ 0927. ഇദ്ദേഹം സ്ഥലത്തുണ്ടോ അതോ ആരുടെ കെയർഓഫിലാണെന്ന് അറിയാമോ? ഓക്കെ, ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കൊടുത്തോളാം. ഇനി തേർഡ് പ്രൈസ് വിൻസെന്റ് പോൾ ചേട്ടനെ ക്ഷണിക്കുന്നു ആ കൂപ്പൺ എടുക്കാൻ. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പേര് ബിനു. ടെലിഫോൺ നമ്പർ 050-340-8632. കൂപ്പൺ നമ്പർ 0827. ഈ നമ്പർ എനിക്ക് വളരെ പരിചിതമാണ്, എൻ്റെ ചേട്ടൻ്റെ നമ്പറാണ്. പക്ഷെ ബിനു അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് പ്രൈസ് കൂപ്പൺ ഡ്രോയിൽ എടുക്കാനായിട്ട് കൊച്ചുമാത്തു ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഷാജൻ ചേട്ടൻ ഇവിടെ ഉണ്ടോ? ഇത് റിപ്പീറ്റാണോ? അത് അല്ല, ഇത് സെയിം ആള് തന്നെയാണ്, സെയിം നമ്പർ തന്നെയാണ്. ബിനു 050-340-8632. 0828 ആണ് നമ്പർ. അദ്ദേഹത്തിനാണ് സെക്കൻഡ് പ്രൈസും കിട്ടിയിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന മെഗാ ബമ്പർ പ്രൈസ് നമ്മൾ എടുക്കുവാൻ പോകുന്നത്. 2 പവൻ ഗോൾഡ് ആണ്, ഗോൾഡ് കോയിൻ ആണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത്. ആ ഭാഗ്യവാനെയോ ഭാഗ്യവതിയെയോ എടുക്കുവാൻ ജോണി ചേട്ടനെ ക്ഷണിക്കുന്നു. ഒരു തോമസ് ചേട്ടനാണ് കിട്ടിയിരിക്കുന്നത്. കെയർ ഓഫ് ബിജു ആണ്. ഏത് ബിജു ആണെന്ന് അറിയില്ല. ഓക്കെ, ടെലിഫോൺ നമ്പർ 050-7412-698. ഇറ്റ് ഗോസ് ടു അബുദാബി. ദ വിന്നർ ഈസ് തോമസ്. അപ്പൊ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ബിജു പോളണ്ടിന്റെ കെയർ ഓഫിലുള്ള ആളാണ്. അദ്ദേഹത്തിനാണ് മെഗാ പ്രൈസ് ആയിട്ടുള്ള 2 പവൻ കോയിൻ കിട്ടിയിരിക്കുന്നത്. നമ്പർ 0105. അതോടുകൂടി ഈ കൂപ്പൺ ചെലവഴിക്കുന്നതിൽ വളരെ സുത്യർഹമായി ഏറ്റവും കൂടുതൽ കൂപ്പൺ ചെലവഴിച്ച ഒരു വ്യക്തിക്ക് ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം കൂടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അത് നമ്മൾ ആദ്യം കൊടുക്കുന്നു. അതിനുശേഷം വിന്നേഴ്സിനുള്ള പ്രൈസസ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ കൂപ്പൺ ചെലവഴിച്ചിരിക്കുന്നത് സേവിയർ വടക്കൻ. അതിന് എല്ലാവരുടെയും പേരിൽ സേവിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. അദ്ദേഹത്തിന്
ഈ പ്രോത്സാഹനമായിട്ടുള്ള സമ്മാനം കൊടുക്കുന്നതിനായി സേവി ചേട്ടനെ വിളിക്കുന്നു. താങ്ക് യു സേവി. ഇനി നമ്മൾ 5th പ്രൈസാണ് കൊടുക്കുന്നത്. 5th പ്രൈസ് വിന്നർ ഷൈല വാഹിദ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ടുള്ള അമൽ ജോഷിക്ക് തൽക്കാലം അത് കൊടുക്കുന്നു. അത് അവരുടെ വീട്ടിൽ തന്നെ കൊടുത്തോളൂ കേട്ടോ. അടുത്തത് 4th പ്രൈസ് വിന്നർ ധർമ്മ. ഇദ്ദേഹം ആരുടെ കെയർ ഓഫിലാണെന്ന് ആർക്കെങ്കിലും അറിയോ? ധർമ്മ. കൂപ്പൺ നമ്പർ 0927. അത് നമ്മൾ അന്വേഷിച്ച് നമ്മൾ കൊടുക്കാം. 3rd പ്രൈസ് ബിനു. ബിനുവും ജൂലിയൻ ഫ്രണ്ട്സ് ആണ്. അദ്ദേഹത്തിന് 3rd പ്രൈസ്. ഇനി വരട്ടെ, 2nd പ്രൈസ് ലഭിച്ചിരിക്കുന്നതും സെയിം വ്യക്തിക്ക് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു LG LED ടെലിവിഷനാണ് സമ്മാനമായി കിട്ടുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി മെഗാ പ്രൈസ് വിന്നർ 2 പവൻ ഗോൾഡ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് തോമസ് ഫ്രം അബുദാബി. അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഈ കൂപ്പൺ ചെലവഴിച്ച ബിജു കൊള്ളണ്ടൂരിനെ ക്ഷണിക്കുന്നു. രണ്ട് കോയിനല്ലേ? ഓക്കെ, ഇതോടുകൂടി ഈ കൂപ്പൺ ഡ്രോ ഇവിടെ സമാപിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വിന്നേഴ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ജനറൽ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ GB മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. താങ്ക് യു. സ്നേഹോത്സവം 2015 ആഘോഷ പരിപാടികളുടെ 2nd സെഷൻ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങളുടെ ഉദ്ഘാടകരായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷീല പോളും മുഖ്യപ്രഭാഷണം നടത്താനായി ശ്രീ ഷോജി ആൻ്റണിയോട് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗത പ്രസംഗത്തോടു കൂടി നമുക്ക് ഈ സംരംഭം ആരംഭിക്കുകയാണ്. അതിനായി ശ്രീ ജോയ് വിറ്റിയെ ക്ഷണിച്ചോളും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും നമ്മൾ കൂട്ടിമുട്ടാണ് SXCയുടെ പേരിൽ. സെൻറ്റ് സേവിയേഴ്സ് ചാരിറ്റി 500 എന്ന് പറഞ്ഞ ഈ കൊച്ചു ഫാമിലി ഗാദറിങ്, അതല്ലെങ്കിൽ ഇതിലുള്ള ഭാരവാഹികളുടെ മനസ്സിൽ 7 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അയൽവാസികളെ സഹായിക്കാനായിട്ടും നമ്മുടെ അടുത്ത് താമസിക്കുന്നവരെ ജാതിയോ മതമോ അതിൻ്റെ എല്ലാം അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് പോയി അവരെ സഹായിക്കാനായിട്ട് ഒരു സഹായഹസ്തം കൊടുക്കാനായിട്ട് രൂപം കൊടുത്ത ഈ സംഘടന ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം അഭിമാനിക്കാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർത്തു ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട്. ഞാൻ കഴിഞ്ഞ തവണ പള്ളിയിൽ പോയ സമയത്ത് ഇടവക അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ ഇടവകയിൽ 254 വീട്ടുകാരുണ്ട് എന്നുള്ളത്. അപ്പം ലീവിന് പോയി ഞാൻ അച്ഛനോട് പറഞ്ഞു അല്ല, 254 ആണെങ്കിൽ ഒരു ഫാമിലിയുടെയും കൂടി അതിനകത്ത് എഴുതി ചേർക്കണം. കാരണം UAE-യിൽ ഞങ്ങൾ ഇത്രയും വലിയൊരു കുടുംബമായിട്ട് കുറേ അപ്പന്മാരും കുറേ അമ്മമാരും കുറേ കുട്ടികളുമായിട്ട് ഒരു ഫാമിലി ആയിട്ട് തന്നെ ജീവിക്കുന്ന കുറേ പേര് UAE-ലുണ്ട്. അപ്പോൾ അതും കൂടി എഴുതി ചേർക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മൂപ്പര് പറഞ്ഞു ശരിയാണ്, ഇവിടെ ലീവിന് വരുന്ന എല്ലാവരും പറയാറുണ്ട് നിങ്ങളെല്ലാവരും അവിടെ വളരെ ഒരു ഐക്യതയോട് കൂടിയിട്ടും വളരെയധികം സ്നേഹത്തിൽ അവിടെ കഴിയുന്ന ഒരു ഫാമിലിയാണെന്നുള്ളത്. അപ്പം ഈ ഫാമിലി ഒരിക്കൽ APJ അബ്ദുൽ കലാമും പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു ലോകമുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നല്ലൊരു കുടുംബം ഉണ്ടാവണം, നല്ല അയൽവാസികൾ ഉണ്ടാവണം, നല്ല പഞ്ചായത്ത്, നല്ല സ്റ്റേറ്റുകൾ, അതുപോലെ
നല്ല രാജ്യം, പിന്നെ അതിനുശേഷം നല്ല അയൽരാജ്യം, അങ്ങനെ ഒരു നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാനുള്ള വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തുടങ്ങുന്നത് അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഈ ഫാമിലി കൂട്ടായ്മയ്ക്ക് ഈ SXCയിൽ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം പറയാണ്. ഇനി അടുത്ത സ്വാഗതം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇതിൻ്റെ അമരക്കാരനായ ജെയ്സനാണ്. ജെയ്സനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജെയ്സനാണ് ഇപ്പോൾ ഇതിൻ്റെ അമരക്കാരൻ. എപ്പോഴും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു സിഗ്നേച്ചർ പുഞ്ചിരി ജെയ്സൻ്റെ മുഖത്ത് കാണും എപ്പോഴും. എത്ര വലിയ പ്രശ്നങ്ങളായാലും എത്ര വലിയ കാര്യങ്ങളായാലും ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു സമൂഹത്തെ നയിക്കാൻ കരുത്തുറ്റ ജെയ്സനെ ഞാൻ സസന്തോഷം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ജെയ്സൺ ജേക്കബ്. ഇനി ഇവിടെ നമ്മുടെ പ്രത്യേക അഭ്യർത്ഥന അനുസരിച്ച് മുഖ്യ അതിഥിയായിട്ട് വന്നിട്ടുള്ള ശ്രീമതി ഷീല പോൾ. ഇവിടെ ഒരുവിധം കലയോട് ബന്ധപ്പെട്ടവർക്കും കലയുടെ താല്പര്യമുള്ള എല്ലാവരും അറിയാവുന്ന പ്രവാസി സമൂഹത്തിലുള്ള ഒരു വളരെ പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ് ശ്രീമതി ഷീല പോൾ. മിസ്സസ് ഷീല പോളിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാനും മിസ്സസ് ഷീല പോളിൻ്റെ ബ്ലോഗ് അന്വേഷിച്ചു. ബ്ലോഗിൽ പോയി അങ്ങനെ ഞാൻ ഇന്ന് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കവിത ഞാനിവിടെ വായിക്കാം. കാരണം ഈ കവിത ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇത് കേൾക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ എടുക്കണം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കവിത എവിടെയും പാടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ശ്രവണ മാധുര്യം നിങ്ങളത് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. കടമെടുത്തതാണു ഞാൻ ഈ ജീവിതം, കടമയുണ്ട് എനിക്കത് തിരിച്ചു നൽകാൻ. കടമ്പകൾ അനേകം കടക്കേണ്ടതുണ്ടിവിടെ, കരുത്തെനിക്കു കൈനീട്ടി എടുക്കാനുമില്ല. ചെപ്പൊന്നെനിക്കു തന്നയച്ചതിൽ ചന്തമേറിടും മൂല്യങ്ങളുണ്ടതിൽ, ചന്തയിൽ വിൽക്കാനുമാവില്ല പിന്നെ ചിന്തതൻ മാറാപ്പിൽ ഒളിച്ചു വെച്ചു ഞാൻ. മണ്ണിൽ പിറന്നു വീണൊരീ മർത്യനെ മന്നനായി തീരുവാനാണു മോഹം, മനസ്സിനെ മയക്കി കിടത്തിയുറക്കുവാൻ മറയ്ക്കുന്നു സർവവും മങ്ങസ്മിതങ്ങളാൽ. കണ്ണീരൊളിപ്പിച്ചു കഥനം തുടക്കുമീ കാർമേക പാളിതൻ ഹൃദയത്തുടിപ്പു പോൽ, കരുണതൻ സാഗരം തേടിയലഞ്ഞുപോയി തെല്ലു കണ്ടു ഞാനകിൽ കണിക മാത്രം. നിന്നെ ഞാൻ എത്രമാത്രം കൊതിച്ചുപോയി, നിന്നിൽ ഞാൻ അത്രയും അലിഞ്ഞുപോയി. നീക്കുവാനാവില്ല നിനക്കെന്നെ നിർദ്ദയം, വേർപിരിക്കാനുമാവില്ല. ജീവിതമേ മതിയെന്നു വരുവിടുമ്പോഴും ജീവിക്കുവാൻ ഒടുങ്ങാത്ത വെമ്പലാം. ജനിച്ചാലോ മരിക്കണം ഒരു ദിനം, ജനക സത്യം സദാ സ്മരിക്കണം. ഒരിക്കലും കവിത എവിടെയും പാടാത്ത ഞാൻ ഇത് പാടുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ശ്രീമതി ഷീല പോൾ എഴുതി ജീവിതത്തിന് വളരെയധികം മാനങ്ങൾ ഉൾക്കൊണ്ട ഈ കവിത നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുക. രണ്ട്, ഒരിക്കലും ഒരു കവിത പാടാത്ത ഞാൻ ഇത് പാടാനായിട്ട് ഞാൻ കാണിച്ച ആ താല്പര്യം അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് പാടാൻ കഴിവുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും പാടാത്ത. ചാരിറ്റി ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്, പക്ഷെ നമ്മൾ ചാരിറ്റി ചെയ്യാത്ത. അതുപോലെ ഒരു ഉണർത്തുപാട്ട്, കാരണം നമുക്ക് പലതും ചെയ്യാൻ കഴിയും, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളതിന് മുന്നിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല. അത് കാരണം നമ്മൾ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ട്, നിങ്ങൾക്ക് അത്ര കടോരമായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു എൻ്റെ എന്നുള്ളത്. പക്ഷേ നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ ആളുകളുടെ പ്രവർത്തനം കൊണ്ടോ നമുക്ക് ഒരാൾക്ക് ഒരു കൈത്താങ് കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ചാരിറ്റിയിൽ വന്ന് നിങ്ങൾ പ്രവർത്തിക്കണം, അതിൻ്റെ മുൻനിരയിലേക്ക് വരണം. ഒരിക്കൽ കൂടി ഞാൻ ശ്രീമതി ഷീല പോളിനെ ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്നു. ശ്രീമതി ഷീല പോൾ. ഷാർജ പള്ളിയിൽ പോയ മിക്കവാറും എല്ലാവർക്കും അച്ഛനെ കണ്ടില്ലെങ്കിലും ഒരാളെ അവിടെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയിൽ.
ഷോജി ആൻ്റണി ചേട്ടനെ ഞാൻ വളരെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഈ പ്രവാസികളുടെ എല്ലാ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാനായിട്ട് പള്ളി സമൂഹത്തിലും പള്ളി അങ്കണത്തിലും എപ്പോഴും ഉണ്ടാകുന്നതാണ്. സംഘടനാ പാഠവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും നിസ്സംശയം പറയാം, ലെനിൻ ലാസർ. ഞാൻ ലെനിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സംഘടനാ പാഠവത്തിലൂടെ എല്ലാവരെയും വേണ്ട സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടും ഈ ഒരു SXCയുടെ ഈ മീറ്റിംഗ് വളരെ നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ച ആ ഒരു വ്യക്തിയാണ് ലെനിൻ. ലെനിനും പ്രത്യേകം സ്വാഗതം ഞാൻ പറയുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇനി അതിനുശേഷം അഞ്ചിന് വരുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു ജോയേട്ട. നമ്മുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ അധ്യക്ഷനും കൂടിയായ ശ്രീ ജെയ്സൺ ജേക്കബിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളും. സ്നേഹോത്സവം 2015 എന്ന 500 പ്രവാസി സുഹൃത്തുക്കളുടെ ഈ ഒരു കുടുംബ സംഗമത്തിൽ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന ശ്രീമതി ഷീല പോൾ, മുഖ്യ പ്രഭാഷകനായ ശ്രീ ഷോജി ആൻ്റണി സർ, സ്നേഹമുള്ള സെൻറ്റ് സേവിയേഴ്സ് ചാരിറ്റി 500 കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ട് 7 വർഷങ്ങൾ പിന്നിടുകയാണ്. ഓരോ വർഷവും നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബിഗർ ആൻഡ് ബെറ്റർ എന്ന വളരെ പോസിറ്റീവായ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ്. അഞ്ഞൂർ എന്ന നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ജോലി തേടി ഇവിടെ വന്ന് ഒരു പ്രവാസിയായി കഷ്ടപ്പെട്ട് നാം ഉണ്ടാക്കുന്ന നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാകുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിലല്ല നമ്മുടെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. മറിച്ച് ഉള്ള സമ്പത്ത് ചെറുതായാലും വലുതായാലും ഫലപ്രദമായി നല്ല രീതിയിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം മഹത്തരമായി തീരുന്നത്. ആ അർത്ഥത്തിൽ ചെറുതായിട്ടെങ്കിലും നമുക്കൊക്കെ ഒന്ന് അഭിമാനിക്കാം. വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗെറ്റ് ടുഗദറിന്റെ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് സ്നേഹോത്സവം എന്നാണ്. നമ്മളൊക്കെ ഉത്സവങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. പൂരമായാലും പെരുന്നാളായാലും ആനയും അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ആയി വളരെ ആഘോഷപൂർവ്വമാണ് നമ്മളൊക്കെ ഉത്സവങ്ങൾ കൊണ്ടാടാറുള്ളത്. അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് വന്ന നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അതിന് സ്നേഹോത്സവം എന്നൊരു പേര് നൽകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് തോന്നണം. അതല്ലെങ്കിൽ ആ വാക്കിന് നീതീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് അറിയുന്നില്ല, പലപ്പോഴും സ്നേഹിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പല ദിവസങ്ങൾ ഈ കാലം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി 14 ആണെങ്കിൽ നമുക്കറിയാം വാലന്റൈൻസ് ഡേ ആണ്. നമുക്കിഷ്ടം പോലെ സ്നേഹിക്കാൻ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. നമുക്ക് ആശംസകൾ കൈമാറാം, ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കാം. അവിടെയൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വളരെ യാന്ത്രികമായിട്ട് നമ്മൾ ആ ദിവസത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നു. അമ്മയോട് സ്നേഹം കാണിക്കണമെങ്കിൽ മദേഴ്സ് ഡേ ഉണ്ട്, അതുപോലെ ഫാദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, അങ്ങനെ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ യാന്ത്രികമായിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ബിഗർ ആൻഡ് ബെറ്റർ ആയിട്ട് വളരുന്നു എന്നുള്ളത്. അങ്ങനെ വളരുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ചില മൂല്യങ്ങൾ, ചില ഗുണങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ചില ഗുണങ്ങൾ, അതിൽ 1-2 എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണ്. നമ്മുടെ ബന്ധങ്ങൾ വളരുമ്പോഴും ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള ഒരു ഊഷ്മളത അത് കാണുന്നില്ല. അത് എവിടെയൊക്കെയോ നഷ്ടമാകുന്നുണ്ട്. അതുപോലെ നാം കാണിക്കുന്ന സ്നേഹത്തിന് തന്നെ ചില ആത്മാർത്ഥത കുറവ് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ സോഷ്യൽ മീഡിയകളുടെ വരവോടുകൂടി നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം 1ാം ക്ലാസ്സിൽ പഠിച്ച നമുക്ക് മുഖം പോലും ഓർമ്മയില്ലാത്ത ആളുകളെ തേടി പിടിച്ച് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാട്സപ്പ് കടന്നു വന്നതോട് കൂടിയിട്ട് ഗ്രൂപ്പുകളുടെ കളിയാണ്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഫാമിലി ചാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോളേജിൽ പഠിച്ചവർക്കായിട്ടുള്ള ഗ്രൂപ്പുണ്ട്, നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പലപ്പോഴും നമ്മുടെ ആശയങ്ങൾ കൈമാറുന്നു, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇനി ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിലുള്ള വികാരങ്ങളല്ല, അവിടെ റെഡിമെയ്ഡായിട്ട് ഇഷ്ടംപോലെ വികാരങ്ങളുണ്ട്. കുറേ സ്മൈലീസ് അവൈലബിൾ ആണ്. നമുക്ക് സന്തോഷം തോന്നിയാൽ കാണിക്കാം, ദുഃഖം വന്നാൽ കാണിക്കാം, ദേഷ്യം വന്നാൽ കാണിക്കാം, ആരെങ്കിലും ഇടിക്കണമെന്ന് തോന്നിയാൽ അത് കാണിക്കാം. ഇഷ്ടംപോലെ സ്മൈലീസ് അതിനകത്തുണ്ട്. ഇതൊക്കെ യാന്ത്രികമായിട്ടുള്ള അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഈവൻ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാലും ഇപ്പോൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഐ എം അറ്റൻഡിങ് എൻ SSCA ഫംഗ്ഷൻ അറ്റ് ഫാമിലി പാലസ് റെസ്റ്റോറൻറ്റ്, അല്ല ഐ എം ഫ്ലൈയിങ് ഫ്രം ദുബായ് ടു കൊച്ചിൻ, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് സാഡ്, ഐ ഫീൽ ലൗഡ്, ഐ എം ഡിപ്രസ്ഡ്, ഐ എം ബോർഡ് വിത്ത് മൈ വൈഫ്. ഇഷ്ടംപോലെ കാണാറുണ്ട്. അതുപോലെ നമ്മളത് കാണുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് ലൈക്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി ഫ്രീഡം ഉള്ള ആളുകളാണെങ്കിൽ അതിനെ പറ്റിയ കമന്റ്സ് കൊടുക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിൽ നമുക്ക് തോന്നുന്ന വികാരങ്ങളല്ല ഇതിലൂടെ എല്ലാം നമ്മൾ പ്രകടമാക്കുന്നത്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് ഇൻസ്റ്റന്റ് ഇമോഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതുപോലെയുള്ള ഒരു ഗ്യാതറിംഗിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപക്ഷെ എൻ്റെ കുടുംബാംഗമാകാം, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരാകാം, എൻ്റെ സുഹൃത്തുക്കളാകാം, അവരുടെ മുഖത്തൊന്ന് നോക്കി ഹൃദയപൂർവ്വം ഒന്ന് പുഞ്ചിരിക്കുക, അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയുക. സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാം, നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ പകുതിയാകുമെന്നും, നല്ല സന്തോഷകരമായ കാര്യങ്ങളാണെങ്കിൽ അത് ഇരട്ടിക്കുമെന്നൊക്കെ നമുക്കറിയാം. അതിന് ചെറുതായിട്ടൊന്ന് നമ്മൾ തയ്യാറാവുക. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, എന്നെ കേൾക്കാനായിട്ട്, എന്നെ സഹായിക്കാനായിട്ട് ആരൊക്കെയോ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു വികാരം, ഒരു ബോധ്യം നമുക്കുണ്ടാകും. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സ്നേഹോത്സവത്തിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സ്നേഹോത്സവം ഗംഭീരമായി തീരും. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. സാധാരണ രാത്രി കിടന്നുറങ്ങുമ്പോൾ പാട്ട് കേട്ടുറങ്ങുന്ന ശീലമുള്ള ആളാണ്. ഇപ്പം ഇന്നലെ ഞാൻ ഒരുപാട് പാട്ടുകൾ മാറി മാറി വരും. ഇന്നലെ കേട്ട ഒരു ഗാനം നമ്മളൊക്കെ പണ്ട് കേട്ട് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ഗാനമാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു എന്നൊരു ഗാനമാണ് ഇന്നലെ രാത്രി കേട്ട് ഞാൻ ഉറങ്ങിപ്പോയത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുകയാണ്, അവിടെ ഈശ്വരനെ തേടി നടന്ന മനുഷ്യൻ അവസാനം സ്വന്തം ഉള്ളിലേക്കാണ് തിരിയുന്നത്. അവിടെ നമ്മൾ അയാളെ സ്വാർത്ഥനം എന്ന് വിളിക്കാൻ പറ്റില്ല. അദ്ദേഹം സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ അദ്ദേഹം കണ്ടത് എന്താണ്? ഈശ്വരന്റെ വാസം, ഈശ്വരന്റെ ഗേഹമാണ് അവിടെ കണ്ടത്. ആ ഈശ്വരന്റെ രൂപം എന്ന് പറയുന്നത് സ്നേഹമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിറത്തിന്റെയും എല്ലാം പേരിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ടുള്ളതാണോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അവിടെ ഈശ്വരൻ വസിക്കുന്നുണ്ടോ? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും വലിയ കാര്യം. ആ സ്നേഹമുള്ള ഒരു വ്യക്തി, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കും. നമ്മുടെ വാക്കുകളിൽ സ്നേഹമുണ്ടാകും. അങ്ങനെ സ്നേഹം പറയുന്ന, സ്നേഹത്തിന്റെ വചസ്സുകൾ പറയുന്ന ഒരാളിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രവർത്തികൾ ഉണ്ടാകും. ഇത്തരം നല്ല ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്നേഹോത്സവം നമുക്ക് ഗംഭീരമാക്കാം. സമയത്തിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഒരു സാരോപദേശത്തിന് ഞാൻ അർദ്ധവിരാമമിടുകയാണ്. നമുക്കിനി ഉദ്ഘാടനമുണ്ട്, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണമുണ്ട്. അവരുടെ എല്ലാം നല്ല സന്ദേശങ്ങൾ കേൾക്കണം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജയ്സൺ ചേട്ടാ. അടുത്തതായി സ്നേഹോത്സവം 2015 എന്ന ഈ കുടുംബ സംഗമം ഔദ്യോഗികമായ ഉദ്ഘാടനം തിരിതെളിച്ച് നമ്മൾ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതിനായി വിശിഷ്ടാതിഥികളായ ശ്രീമതി ഷീല പോൾ, ശ്രീ ഷോജി ആന്റണി, പ്രസിഡന്റ് ജെയ്സൺ ജേക്കബ്, സെക്രട്ടറി ലെനിൻ നാസറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു.
താങ്ക് യു ഓൾ. ഇനാഗുറൽ അഡ്രസ്സ് നടത്തുന്നതിനായി ഇവിടെ വന്നിട്ടുള്ളത് ശ്രീമതി ഷീല പോളാണ്. കലാ സാഹിത്യ രംഗത്തും മാധ്യമരംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ശ്രീമതി ഷീല പോൾ. ശ്രീമതി ഷീല പോളിൻ്റെ പ്രസംഗത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളുടെ സ്നേഹോത്സവം 2015 ിലേക്ക് ഞാൻ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ എൻ്റെ കവിത എവിടുന്നോ തപ്പിപ്പിടിച്ചു, അതിവിടെ ആലപിച്ചു. അങ്ങനെ എന്നെ ഈ വേദിയിലേക്ക് അനയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും ഹൃദയം നിറഞ്ഞ നന്ദിയുമുണ്ട്. അത് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാവുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സുഹൃത്ത് സംഘടനകൾ, കൂട്ടായ്മകൾ ഒക്കെയും മാനവചേതനയ്ക്ക് എന്നും കരുത്തും മുതൽക്കൂട്ടുമാണ്.